മാറാരോഗങ്ങൾക്ക് ഒരു ആശ്രയ കേന്ദ്രമാണ് എറണാകുളം ജില്ലയിലെ കാഞ്ഞൂരിൽ പ്രവർത്തിക്കുന്ന ദത്താത്രേയ ഇൻ്റഗ്രേറ്റ് ഹോളിസ്റ്റിക് സെന്റർ. പ്രശസ്ത ഡോക്ടറായ വൈദ്യരത്നം രാഘവൻ രാമൻകുട്ടിയുടെ നേതൃത്വത്തിലാണ് സെന്റർ പ്രവർത്തിക്കുന്നത്. ഇന്ത്യക്കകത്തും പുറത്തുനിന്നുമായി നിരവധി രോഗികളാണ് ഡോക്ടർ രാഘവന്റെ ചികിത്സ തേടി എത്തുന്നത്. അവരെല്ലാം സുഖം പ്രാപിച്ചാണ് മടങ്ങുന്നതും. രാഘവൻ 9 വയസ്സു മുതൽ 15 വർഷക്കാലം ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ആയുർവേദം പഠിച്ചു. സ്വാമി ധനഞ്ജയ ദത്താത്രേയ ദേവ് ആയിരുന്നു ഗുരു. ഹിമാലയത്തിലെ ദത്താത്രേയ ആശ്രമത്തിലായിരുന്നു പഠനം. ഋഷികേശിലെ കൈലാഷ് ആശ്രമത്തിലും ഇന്ത്യയിലെ നിരവധി സന്യാസിമാരുടെ കീഴിലും അദ്ദേഹം വിവിധ വിഷയങ്ങൾ പഠിച്ചു. ആയുർവേദ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം സെന്റ് ആൽബർട്ട്സ് കോളേജിൽ നിന്ന് സയൻസിൽ ബിരുദം നേടുകയും യൂണിവേഴ്സിറ്റി തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കുകയും ചെയ്തു. പിന്നീട് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും 2 വർഷത്തോളം എമർജൻസി മെഡിസിനിൽ പരിശീലനം നേടി. സാധാരണക്കാർ മുതൽ പ്രശസ്തരായ പലരും ഇന്ന് ഡോക്ടറുടെ അടുത്ത് ചികിത്സ തേടി എത്തുന്നുണ്ട്. ഓട്ടിസം തുടങ്ങിയ അസുഖങ്ങൾ ബാധിച്ച കുട്ടികൾ ഡോക്ടറുടെ ചികിത്സയിലൂടെ പുതുജീവിതത്തിലേക്ക് കടന്നുവരികയുമാണ്. ദത്താത്രേയ ഇൻ്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സെൻ്ററിലെ വൈദ്യരത്നം ഡോക്ടർ രാഘവൻ രാമൻകുട്ടി സാർ, അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഫിസിഷ്യൻ അസിസ്റ്റൻ്റാണ്, ഇവിടുത്തെ സീനിയർ ഡയറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത്, വൈദ്യരത്നം ഡോക്ടർ രാഘവൻ രാമൻകുട്ടി എന്ന് പറയുന്ന ആ ഗ്രേറ്റ് ലെജൻഡിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഏറ്റവും വലിയ അഭിമാനകരമായൊരു കാര്യമാണ്. ഒരുപാട് പേഷ്യൻസ് ഇപ്പം ഒരു 14 വർഷക്കാലം ഞാനൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തതാണ്. അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്നിട്ടാണ് ഡോക്ടറിൻ്റെ പ്രത്യേക തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് രീതികൾ, പിന്നെ ആയുർവേദിക് ഹോളിസ്റ്റിക് ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സ് എങ്ങനെ പേഷ്യൻസിൽ ക്രോണിക് പേഷ്യൻസ്, അതായത് മാറാത്ത അസുഖങ്ങളെ മാറ്റുന്ന ഒരു രീതി ഞാനിവിടെ കണ്ടത്. പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പൾസ് എക്സാം, നാഡീപരീക്ഷ വളരെ വളരെ നമുക്കറിയാൻ പറ്റാത്ത ഒരു കാര്യമാണ്. നാഡീപരീക്ഷയിലൂടെ ജസ്റ്റ് നാഡി പിടിച്ചു നോക്കി അദ്ദേഹം ഒരു പേഷ്യൻറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും ഏകദേശം പേഷ്യൻ്റ് ഭ്രൂണമായി വയറ്റിലുണ്ടാകുന്ന സമയത്ത് തൊട്ട് അത് കുട്ടിയായി വളർന്ന അഡൾട്ടായി ആ ഒരു സൈക്കിളിലുണ്ടായ എല്ലാ പ്രോബ്ലംസും സാറിന് നാഡി പിടിച്ച് നോക്കി അറിയാൻ പറ്റും. അത് പല പേഷ്യൻസിനും നമ്മളിവിടെ കണ്ടതാണ്. ഞാനിവിടെ അദ്ദേഹത്തിനോട് അസിസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇവിടെ വരുന്ന ഓരോ രോഗികളും ഓരോരുത്തർക്കും ശരിക്കും അതിശയിച്ച് പോയിട്ടുണ്ട്. ചില രോഗികൾ പിന്നെ സാറിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് നാഡി പരീക്ഷണം നടത്തിയിട്ട് പിന്നെ സാർ പൂർവ്വകാലം പറയുമ്പോൾ ഈയിടെ ഉണ്ടായൊരു കേസാണ്. ഒരു ഓട്ടിസ്റ്റിക് ഒരു കുട്ടിയെ നോക്കിയപ്പോൾ പിന്നെ അതിൻ്റെ ബൈ ബർത്തിൽ തന്നെ പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. പക്ഷേ അതൊന്നും അറിയാതെ തന്നെ ഡോക്ടർ നാഡീപരീക്ഷ നടത്തിയപ്പോൾ ആ കുട്ടിയുടെ അമ്മയോട് പറയുകയാണ് ഗർഭകാലം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. ഓരോ സ്റ്റേജുകളും നിങ്ങളുടെ സ്ഥലങ്ങൾ തന്നെ മാറിപ്പോകുന്നു, ജീവിച്ച സ്ഥലങ്ങൾ തന്നെ മാറിപ്പോകുന്ന രീതിയിലുള്ള ഒരു കാലമാണ് കാണുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ അമ്മ ഇവിടെ ഇരുന്ന് കരഞ്ഞു. കാരണം എന്താ വെച്ചാൽ ആ കുട്ടിക്ക് അവരുടെ അമ്മ ശരിയാണത് പറഞ്ഞത്. ആ കുട്ടിയെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയം തൊട്ട് ആ കുട്ടിക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും അവരുടെ ഫാമിലിയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളും അപ്പോഴാണ് അവർ ഡോക്ടറോട് പറയുന്നത്. അങ്ങനെ പല കാര്യങ്ങൾ. നമ്മൾ കഴിച്ച ആഹാരം, തലേദിവസം കഴിച്ച ആഹാരം എന്താണെന്ന്, നിങ്ങൾ കഴിച്ച ആഹാരം ശരിയല്ല, ഇന്ന് നിങ്ങൾ കഴിച്ചിരുന്ന ആഹാരം ശരിയല്ല, ഇങ്ങനെ ഡോക്ടർക്ക് പറയാൻ പറ്റും. അപ്പം സംശയത്തോടെ പറയുമ്പോൾ പേഷ്യൻ്റ് അത് ശരിവെക്കുന്നു. ഇന്ന സാധനമാണ് കഴിച്ചത്, വിരുദ്ധാഹാരമായിരിക്കും ചിലപ്പം കഴിച്ചിട്ടുണ്ടാകുക. ഓരോന്നും നമ്മളുടെ റിഫ്ലക്റ്റ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം, ഈ MRI പോലും എടുക്കാതെ തന്നെ ഈ നാഡീപരീക്ഷയിലൂടെ ഡോക്ടർ പിന്നെ പേഷ്യൻ്റെ കണ്ടീഷൻ എന്താണ്, അദ്ദേഹത്തിൻ്റെ പ്രോബ്ലം എന്താണ് എന്നുള്ളത് പറയും. അതിനുശേഷം MRI എടുത്ത പല കേസുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണോ സാറ് പറഞ്ഞ ഡിസ്കോപ്പതി ആണെങ്കിലും മറ്റ് MS ആണെങ്കിലും എന്താണെങ്കിലും അതിൻ്റെ എത്രമാത്രം പ്രോഗ്രസ് ഉണ്ട് ആ ഡിസീസിനെന്നുള്ളത് സാറ് പറഞ്ഞ അതേ കണ്ടീഷനിൽ തന്നെ MRI ചെയ്ത് കഴിയുമ്പോൾ ഇത് തന്നെ ഉണ്ടാവുള്ളൂ, നിങ്ങളൊരു MRI കൂടെ എടുത്തോ എന്ന് ഡോക്ടർ പറയും. അങ്ങനെയാണ് ഡോക്ടറിൻ്റെ രീതി. പിന്നീട് വേറൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ഒരുപാട് ക്രോണിക് കേസുകൾ, MS, MND, ക്യാൻസർ, ഓട്ടിസം ഇങ്ങനെയുള്ള എല്ലാ കേസുകളും
നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കേസുകൾ വളരെ പ്രത്യേക രീതിയിലുള്ള ചികിത്സാ രീതി കൊണ്ട് അദ്ദേഹം ഇപ്പോൾ തന്നെ നമുക്കൊരു MS പേഷ്യൻ്റ് ഇവിടെ ഉണ്ട്. അവർക്ക് നമ്മൾ കുറച്ച് നാളത്തെ ട്രീറ്റ്മെൻറ്റിൽ സാറ് ഇപ്പോൾ പറഞ്ഞേക്കുന്നത് കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്ത് അവരുടെ സാറ് പിന്നെ പേഷ്യൻറ്റിനെ ചികിത്സിക്കുന്നത് പേഷ്യൻ്റെ അസുഖത്തിനെയല്ല ചികിത്സിക്കുന്നത്, ആ പേഷ്യൻറ്റിന് വേണ്ട, അതായത് ഒരേ അസുഖത്തിന് തന്നെ പല പേഷ്യൻറ്റിനും പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഡോക്ടർ സെലക്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ചിലപ്പോൾ അവർക്ക് ധാര പോലുള്ള ഇതായിരിക്കും. ഇപ്പോൾ ഒരു പേഷ്യന് ധാര, കഷായധാര, പിന്നെ ശിരോ കഷായധാര ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ദിവസങ്ങളിൽ സാറ് പറയും എല്ലാം സ്റ്റോപ്പ് ചെയ്യൂ, ജസ്റ്റ് ചാൻറ്റ് ചെയ്യാൻ മാത്രം ചെയ്യൂ, നിങ്ങൾ ഹരേ രാമ ജപിക്കൂ, നാമം ജപിക്കൂ, ഇങ്ങനെ മാത്രം ചില ദിവസങ്ങളിൽ ഡോക്ടർ പറയാറുണ്ട്. അപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റാണത്. സാർ ആ പറയുന്ന അതാണ്, എല്ലാം നിർത്തിവെക്കൂ, ഇനി ഇത് ചെയ്യുമെന്ന് പറയും. അങ്ങനെയാണ് പേഷ്യൻറ്റിനെ കാമാക്കിയിട്ട് വീണ്ടും ആ ഇതിലേക്ക് വരുന്നത്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നീട് ഇവിടുത്തെ മെഡിസിൻസ്, ഡോക്ടർ ഉപയോഗിക്കുന്ന മെഡിസിൻസ്, ഇവിടെ ഉപയോഗിക്കുന്ന മെഡിസിൻ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഇത്രയും ഈ പ്രായത്തിലും അദ്ദേഹം നേരിട്ട് നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെഡിസിൻസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതായത് ഹെർബ്സൊക്കെ ഇലവർഗ്ഗങ്ങൾ ഒരു മായങ്ങളും ചേർക്കാത്ത ഐറ്റംസ് മാത്രം, പച്ചയായിട്ടുള്ള സാധനങ്ങൾ ഉണങ്ങിയതാണെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്ത് സാറ് തന്നെ അതിൻ്റെ ക്വാളിറ്റി നോക്കി എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ക്വാളിറ്റി ക്വാണ്ടിറ്റി ഇതെല്ലാം സാറ് തന്നെ നേരിട്ട് നോക്കി പിന്നെ അതിനൊരു പ്രിസർവേറ്റീവ്സോ ഒരു കളറോ, അത് ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഓരോ സമയത്ത്. ഇപ്പം ഉണക്ക സമയത്തുണ്ടാകുന്ന ഇലകളും പിന്നെ മഴയുള്ള സമയത്തുണ്ടാകുന്ന ഇലകൾ യൂസ് ചെയ്ത് അത് കളക്ട് ചെയ്യുന്ന തമ്മിൽ വ്യത്യാസമുണ്ട്, അതിന് കളറുകളും വ്യത്യാസമായിരിക്കും. അതേ കളറുകൾ തന്നെയായിരിക്കും നമുക്ക് ആ ഓയിൽ പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴോ ആ മെഡിസിൻ പ്രിപ്പയർ ചെയ്ത് വരുമ്പോഴോ ഉണ്ടാകുന്ന അതിൻ്റെ കളറുകൾ. അപ്പോൾ എക്സ്ട്രാ ആയിട്ടൊരു പ്രിസർവേറ്റീവ്സോ അഡിക്റ്റീവ്സോ ഒന്നും ആഡ് ചെയ്യാതെ ഒരു കളറോ ഒന്നും ചേർക്കാതെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ സാറിൻ്റെ മാത്രം സൂപ്പർവിഷനിൽ മാത്രം ഉണ്ടാക്കുന്ന മരുന്നുകളാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാ മരുന്നുകളും അങ്ങനെയുള്ളതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾക്ക് പല സ്ഥലത്തും കാണാൻ പറ്റുന്നത് എല്ലാ ടാബ്ലറ്റ്സ് ഒരുപോലെ, അങ്ങനെ എല്ലാത്തിനും ഒരേ കളറ്, എല്ലാ മെഡിസിൻസിനും അങ്ങനെ ഒരിക്കലും വരില്ല. നമുക്കിവിടെ വരുമ്പോൾ നമുക്കത് മനസ്സിലാവും, ഒരിക്കലും അങ്ങനെ വരില്ല. നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ ഓരോന്നും അതിനനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ കഷായ കൂട്ടുകൾ, നമ്മൾ കേട്ടിട്ടില്ലാത്ത കഷായ കൂട്ടുകൾ ഒരുപാട് പേഷ്യൻസിന് അത് ഗുണം ചെയ്തിട്ട് ഉണ്ടാകുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു പേഷ്യൻ്റ് ഞാനിവിടെ ഒരു 2 ഇയേഴ്സായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു. വന്ന സമയത്ത് ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് നമുക്കൊരു പേഷ്യൻ്റ് വന്നു. അത് വന്നത് പുറത്തു നിന്ന് ആന്ധ്രയിൽ നിന്നായിരുന്നൊരു പേഷ്യൻ്റ് വന്നത്, ഒരു കാർഡിയോളജി കേസ്. അതായത് CABG പറഞ്ഞിട്ട്, ഹോസ്പിറ്റലിൽ നിന്ന് CABG പറഞ്ഞിട്ട് ഡോക്ടറെ വിശ്വസിച്ച് ഡോക്ടറിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് അവിടെ നിന്ന് നേരിട്ട് ഡിസ്ചാർജ് മേടിച്ച് ഇവിടേക്ക് അഡ്മിറ്റായ ഒരു പേഷ്യൻ്റ്. അദ്ദേഹത്തിന് ഒരു 72 ഇയേഴ്സൊക്കെ ഉള്ള ഒരു മെയിലാണ്. അദ്ദേഹത്തിന് ഭയങ്കര ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, കഫ്, ഭയങ്കര ഡിസ്ട്രെസ്, നടക്കാൻ മേല, വയ്യ, അങ്ങനെ ഒരു വലിയൊരു കണ്ടീഷനിലാണ് ആ പേഷ്യൻ്റ് ഇവിടെ എത്തിയത്. അദ്ദേഹം എത്തി ഇവിടെ കൊണ്ടുവന്ന് അഡ്മിറ്റായി. അപ്പോൾ ശരിക്കും നമ്മളൊക്കെ പേടിച്ചു, ദൈവമേ ഇത് എന്താവും ഈ പേഷ്യൻ്റെ അവസ്ഥ, ഇത് വല്ലാത്തൊരവസ്ഥയാണല്ലോ. ഇത് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക്, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് CABGക്ക് അപ്പം തന്നെ പറയേണ്ട കേസാണ്. പക്ഷേ സാർ ഇവിടെ ട്രീറ്റ് ചെയ്ത് 8 മാസക്കാലം ആ പേഷ്യൻ്റ് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് സാർ പ്ലാൻ ചെയ്തു. അത് കണ്ടിന്യൂസ് ആയിട്ട് കൃത്യമായിട്ട് ആ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം പോയി. അതിനുശേഷം 8 മാസങ്ങൾക്ക് ശേഷം, അതിന് മുന്നേ തന്നെ ഒരു 5-6 മാസം ആയപ്പോൾ തന്നെ ആ പേഷ്യൻ്റ് ജസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മാത്രം റൂമിലിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായത് എപ്പോഴും പുറത്തിറങ്ങി നടക്കുക, പേഷ്യൻ്റ് എല്ലായിടത്തും അമ്പലത്തിൽ പോവുക, അങ്ങനെ എല്ലാം അദ്ദേഹത്തിന് നടക്കാനും എല്ലാ ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാം ചെയ്യാനുമുള്ള ഒരു എനർജി, എല്ലാ കഴിവുകളും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് മാറ്റങ്ങളും നന്നായിട്ട് വന്ന് MRI ചെയ്തപ്പോഴും കാർഡിയോളജി ചെയ്തപ്പോഴും ഒക്കെ നമുക്കത് ഒരുപാട് മാറ്റങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതൊരു വലിയൊരു കേസാണ്. നമസ്കാരം, ഞാൻ പ്രിയങ്ക അഭിലാഷ്. വൈദ്യരത്നം ഡോക്ടർ രാഘവൻ രാമൻകുട്ടിയുടെ കീഴിലുള്ള ദത്താത്രേയ ഇൻ്റഗ്രേറ്റഡ് ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ സെൻറ്ററിൻ്റെ ദത്താത്രേയ റീഹാബിലിറ്റേഷൻ സെൻറ്ററിലെ സ്പെഷ്യലി ഏബിൾ സെൻറ്ററിൽ റീഹാബിലിറ്റേഷൻ മേധാവിയായി ജോലി ചെയ്യുന്നു. ദത്താത്രേയ സ്പെഷ്യലി ഏബിൾ സെൻറ്ററിൽ നമ്മൾ ബിഹേവിയറൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, കളരി, വേദിക് മാക്സ്, ദത്താത്രേയ എക്കോ തെറാപ്പി എന്നീ സേവനങ്ങൾ നൽകി വരുന്നു.
ദത്താത്രേയ റീഹാബിലിറ്റേഷൻ സെൻറ്റർ സ്പെഷ്യലി ഏബിൾ സെൻറ്ററായിട്ട് ഓട്ടിസം, സെറിബ്രൽ പാൽസി, മറ്റ് ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ, കുട്ടികളിൽ കാണുന്ന മറ്റു തരം വൈകല്യങ്ങൾ, ലേണിംഗ് ഡിസബിലിറ്റി എന്നിവയ്ക്കെല്ലാം വിദഗ്ധമായ ചികിത്സ വൈദ്യരത്നം ഡോക്ടർ രാഘവൻ രാമൻകുട്ടിയുടെ ആയുർവേദ പരമ്പരാഗത രീതിയിലുള്ള ആയുർവേദ തെറാപ്പിയുമായി ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ നൽകപ്പെടുന്നു. അതിൽ നമ്മൾക്ക് വളരെയധികം റിസൾട്ടുകളും ലഭ്യമാണ്. ഒരു കുട്ടിയുടെ ജനനത്തിലൂടെ വളർച്ച കാലഘട്ടങ്ങളിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ പലവിധ വൈകല്യങ്ങൾക്ക് ലക്ഷണങ്ങളായേക്കാം. നമ്മളുടെ ഇടയിൽ കണ്ടുവരുന്ന വൈകല്യങ്ങളിൽ പ്രധാനമായും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി, ലേണിംഗ് ഡിസബിലിറ്റി, സെറിബ്രൽ പാൾസി, ADHD, ASD, സ്പീച്ച് ലാംഗ്വേജ് ഡിസോർഡർ തുടങ്ങിയവയാണ്. സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായിട്ടുള്ള പരിശീലനങ്ങളാണ് ഞങ്ങളിവിടെ നടത്തിപ്പോകുന്നത്. ഒരു മനഃശാസ്ത്ര വിദഗ്ധനും രക്ഷകർത്താവും കൂട്ടായ പ്രവർത്തനത്തിലൂടെ കുട്ടിയുടെ സാഹചര്യത്തിന് യോജിക്കാത്ത വിധത്തിലുള്ള സ്വഭാവങ്ങളെ കണ്ടെത്തി നല്ല രീതിയിലുള്ള സ്വഭാവങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ നൽകി ആ കുട്ടിയെ നല്ല രീതിയിലേക്ക് മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നു. അഥവാ തെറ്റായ പ്രവർത്തനത്തിലൂടെയാണ് കുട്ടി ആ പ്രവർത്തികൾ ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പണിഷ്മെൻറ്റോ നെഗറ്റീവായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റോ നമ്മളവിടെ നൽകുന്നു. നമ്മളിവിടെ ഒരു കുട്ടിയുമായി അസസ്മെൻറ്റിന് വരുമ്പോൾ ആദ്യമായി തന്നെ നമ്മൾ അവരുടെ കേസ് ഹിസ്റ്ററി പരിശോധിക്കുന്നു. കൂടാതെ പെരുമാറ്റ നവീകരണത്തിന് ആവശ്യമായിട്ടുള്ള ബേസിക് സ്കിൽസ്, സോഷ്യൽ സ്കിൽസ്, ലൈഫ് സ്കിൽസ്, അതിനു പുറമെ പ്ലേ തെറാപ്പിയിലൂടെ കുട്ടികളിൽ അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, ബ്രെയിൻ ജിം എക്സസൈസ്, മെമ്മറി എയ്ഡ്സ് തുടങ്ങിയ ആക്ടിവിറ്റീസിലൂടെയാണ് ഞങ്ങൾ കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. കൂടാതെ വൈകല്യത്തിൻ്റെ തോത് വിലയിരുത്തി കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആത്മവിശ്വാസം നൽകുന്നു. നമ്മുടെ ഇവിടെ 2 തരത്തിലുള്ള അപ്പോയിൻമെൻറ്റ്സ് ആണ് നടക്കുന്നത്. ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റും എൻക്വയറി പ്ലസ് അപ്പോയിൻമെൻറ്റും. ഡയറക്റ്റ് അപ്പോയിൻമെൻറ്റിൽ നമ്മൾ അപ്പോൾ തന്നെ ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നു. എൻക്വയറി പ്ലസ് അപ്പോയിൻമെൻറ്റ് വരുമ്പോൾ നമ്മൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടർ അസിസ്റ്റൻറ്റിന് ഫോർവേഡ് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ റീസോൾവ് ചെയ്ത് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നു. ഞങ്ങൾക്ക് ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ്സിന് വേണ്ടി കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിൽ നിന്നും എൻക്വയറീസ് വരുന്നുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷനും ഡയറക്റ്റ് കൺസൾട്ടേഷനും ടൈം ഷെഡ്യൂൾ കൺസൾട്ടേഷനും നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുന്നവരെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റുമായി കോൺടാക്ട് ചെയ്യിപ്പിച്ച് ഡോക്ടർ അസിസ്റ്റൻറ്റിനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഡയറക്റ്റ് കൺസൾട്ടേഷൻ അതാത് സമയങ്ങളിൽ ടൈം ഷെഡ്യൂൾ ചെയ്ത് നടത്തി കൊടുക്കുന്നു. എൻ്റെ പേര് മഹാലക്ഷ്മിയാണ്. ഞാൻ ദത്താത്രയിലെ ആയുർവേദ ധാര തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. പേഷ്യൻസിന് ഓയിൽ ധാര, കഷായധാര, ശിരോവസ്തി ഇങ്ങനെ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്.